പതിവില്ലാതെ ഇന്ന് കേരളപുരം ജംഗ്ഷനിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരുപാട് നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാട്ടോ ഒന്ന് വണ്ടി എടുക്കാൻ പറ്റിയത്. എന്താ കാര്യം എന്നറിയാൻ വയ്യ. അപ്പൊ ഞങ്ങൾ ഈ പോകുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജപ്പുര ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അവരുടെ തലേ ദിവസമായിരുന്നേ ഇത്. എനിക്ക് ഭഗവാനെ കണ്ടോളാൻ വയ്യായിരുന്നു. അങ്ങനെ വെപ്രാള പിടിച്ച് രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ പോയതാണ്. അപ്പൊ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ കാവടിക്കാരെല്ലാരും കൂടെ കാവടി പൂജിക്കാൻ വേണ്ടി അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല ഭംഗിയുമായിരുന്നു. ഭഗവാന്റെ മുഖത്തുനിന്ന് പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. സാധാരണ എല്ലാ കാവടിക്കും ഞാൻ എൻ്റെ മുരുകനെ കാണാൻ വേണ്ടി ഞങ്ങളുടെ അമ്പലത്തിലാണ്, നാട്ടിലാണ് പോകുന്നത്. അപ്പം ഇപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ പൂജപ്പുരയിൽ തന്നെ കേട്ടോ പോയത്. നാട്ടിൽ പോകാൻ പറ്റാത്തതിന് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല വിഷമമുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും എവിടെ പോയി ഭഗവാനെ കണ്ടാലും എനിക്ക് അവിടുത്തെ അമ്പലത്തിൽ പോയി എൻ്റെ ഭഗവാനെ കാണുമ്പം അതൊരു പ്രത്യേക ഒരു സുഖമാണ്. അപ്പം എന്തായാലും എവിടെ ആണെങ്കിലും എൻ്റെ ഭഗവാൻ ഒന്ന് തന്നെയാണെന്ന് മനസ്സിൽ സങ്കല്പിച്ച് ഞാനങ്ങ് തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ പുറത്തൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കാര്യം പല വെറൈറ്റി ഐറ്റംസിൽ കമ്മലുകളും കുറേ ടോയ്സും, അങ്ങനെ ഉത്സവ പറമ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ എല്ലാം പോയി ഒന്ന് സ്പെൻഡ് ചെയ്ത് കുറേ നേരം അവിടെയൊക്കെ പോയി കുറേ കമ്മലൊക്കെ നോക്കി. ഒന്നും മേടിച്ചൊന്നും ഇല്ല കേട്ടോ, വെറുതെ പോയി എല്ലാവർക്കും ഒന്ന് കണ്ടിട്ടെങ്കിൽ പോരുന്നേ. പിന്നെ കുറച്ച് സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ കണ്ട് ഇച്ചിരി കടലയൊക്കെ വാങ്ങി കുറച്ചിട്ട് നേരെ വരട്ടേർ അമ്പലത്തിലോട്ട് വന്നപ്പോൾ അവിടെ ഇതുപോലെ കൈകൊട്ടി കളിയൊക്കെ നടക്കുമായിരുന്നേ. അങ്ങനെ ഇച്ചിരി നേരം അവിടെയും വന്ന് അതൊക്കെ കണ്ടിട്ടെങ്കിൽ തിരിച്ചു പോയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.